പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, റഹീസ് വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കാലേ വണക്കം. ഇന്ന് പരിപാടി കഴിയും ചെന്നൈയിൽ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ആരാണ് നയിക്കുക CPM-നെ, അത് MABB ആയിരിക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീർപ്പായോ പി ആർ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മധുര. ഒരുപാട് പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ നിന്നൊക്കെ തന്നെ ഈ ആവേശത്തിന്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് ആദ്യം അവരുടെ ഒരു കമന്റ് എടുത്ത ശേഷം ആ വാർത്തയിലേക്ക് വരാം. എവിടുന്നാണ് വന്നത്? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റാന്നി പെരുന്നാട്. മധുരയിലെ ആവേശം? ഞാൻ കുന്നിക്കോട്. മധുര തമിഴ്നാട്ടുകാരുടെ ആവേശം തന്നെ വളരെ വലുതാണ്. ഞങ്ങൾ ആരും വിളിക്കാതെ തന്നെ ഞങ്ങൾ സമ്മേളനത്തിൽ എത്രയും ദൂരം യാത്ര ചെയ്തെത്തിയതാണ്. ഇതുപോലെ ഒരുപാട് പാർട്ടി പ്രവർത്തകർ, 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ഏതായാലും ഇന്ന് മധുരയിലെ തമുക്കം ഗ്രൗണ്ടിലും ഇവിടുത്തെ പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിലുമൊക്കെ തന്നെ ഒത്തുചേരും. ഏതായാലും ഇന്നലെ ചേർന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഇന്നലെ ഈ ആര് ഇനി പാർട്ടിയെ നയിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഏതാണ്ട് ധാരണയായിരിക്കുന്നത്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത് ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെയായിരിക്കും. ഏതായാലും ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും MABB ജനറൽ സെക്രട്ടറി ആകണം എന്ന ഒരു നിർദ്ദേശമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ബംഗാളിൽ നിന്നുള്ള 5 അംഗങ്ങൾ പ്രധാനമായും ഇതിനെ എതിർത്തു. അശോക് ദാവളയെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നതായിരുന്നു ഈ 5 അംഗങ്ങൾ പ്രധാനമായും PB-യിൽ ഉന്നയിച്ചത്. ഇതോടൊപ്പം അതേസമയം അശോക് ദാവളെ നിർദ്ദേശിച്ച പേര് എന്നത് മുഹമ്മദ് സലീമിൻ്റെ പേരാണ്. അതേസമയം തൻ്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കേണ്ട കാര്യം ഇല്ല എന്ന് മുഹമ്മദ് സലീം നിലപാടെടുത്തു. അങ്ങനെ പോളിറ്റ് ബ്യൂറോയിൽ 6 അംഗങ്ങളാണ് വിയോജിച്ച് ഈ MABB-യുടെ പേരിനെ വിയോജിച്ച് നിലപാട് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇനി കേന്ദ്ര കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഭൂരിഭാഗം അംഗങ്ങളും MABB ജനറൽ സെക്രട്ടറി ആകണമെന്ന നിലപാടിൽ തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഇതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിൽ മറിയം ദാവളെ, U വാസുകി, അരുൺകുമാർ, വിജു കൃഷ്ണൻ എന്നിവർ PB-യിലെത്തും എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. എന്തായാലും രാവിലെ ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയാണ്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിക്ക് ശേഷം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തുക. ഏതായാലും വലിയ ഒരു ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് മറ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതേസമയം വലിയ തർക്കങ്ങളില്ലാതെ സമവായത്തിൽ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കും എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന.